കുട്ടികളില്ലാത്ത ഇരുളടഞ്ഞ ഭാവിയെ ഓർത്ത് ആശങ്കപ്പെടുകയാണ് സിംഗപ്പൂർ. ഇരുട്ടുകൊണ്ട് ഓട്ടയെടുക്കും പോലെ കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ ശൂന്യത റോബോട്ടുകളെ കൊണ്ട് നികത്താൻ നോക്കുന്നുണ്ടെങ്കിലും ജീവനുള്ള കുഞ്ഞുങ്ങൾക്ക് പകരമാവാൻ റോബോട്ടുകൾക്കാവില്ലെന്ന് തന്നെയാണ് വർത്തമാനകാലം സിംഗപ്പൂരിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിംഗപ്പൂരിലെ ജനന നിരക്ക് ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോഴുള്ളത്. ഒരു സ്ത്രീക്ക് 0.97 കുട്ടികൾ എന്നതാണ് സിംഗപ്പൂരിലെ ഏറ്റവും പുതിയ കണക്ക്. അതായത് രാജ്യത്തെ നിരവധി സ്ത്രീകൾക്ക് ഒരു കുഞ്ഞു പോലും ഇല്ലെന്ന് അർത്ഥം. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി സിംഗപ്പൂരിന്റെ മൊത്തം ജനന നിരക്കിൽ അഥവാ TFR ഗണ്യമായ കുറവാണ് കാണിക്കുന്നത്. 2023 രാജ്യത്തെ സ്ഥിരതാമസക്കാരിലെ ജനനനിരക്ക് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ അനുപാതമായ 0.97 രേഖപ്പെടുത്തിയത് ഭയാശങ്കയോടെയാണ് രാജ്യം നോക്കിക്കാണുന്നത്. രാജ്യത്ത് ഇതാദ്യമായാണ് ജനന നിരക്ക് 1 താഴേക്ക് എത്തുന്നത്. 2022 1.04 ആയിരുന്നു ഇത്. രാജ്യത്ത് ഒരു കുട്ടി പോലുമില്ലാത്ത സ്ത്രീകളുടെ അനുപാതം വർദ്ധിച്ചു വരികയാണ്. ജനസംഖ്യ നിലനിർത്താൻ ആവശ്യമായ 2.1 നിരക്കിൽ നിന്ന് വളരെ താഴേക്ക് ജനന നിരക്ക് കൂപ്പുകുത്തിയത് രാജ്യം നാശത്തിന്റെ വക്കിലാണെന്ന സൂചനയാണ് നൽകുന്നത്. സിംഗപ്പൂർ മാത്രമല്ല, ദക്ഷിണ കൊറിയ, ജപ്പാൻ, ഹോങ്കോങ്, ചൈന തുടങ്ങിയ രാജ്യങ്ങളും സമാനമായ പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സിംഗപ്പൂരിലെ ജനന നിരക്കിലെ കുറവും അതുവഴി രാജ്യം നേരിടുന്ന പ്രതിസന്ധിയും മറികടക്കുന്നതിന് റോബോട്ടുകളെ ഉപയോഗിക്കുന്നതുമാണ് മരിയോ നോഫൽ പോസ്റ്റിൽ ചർച്ച ചെയ്യുന്നത്. സിംഗപ്പൂരിലെ ജനന നിരക്ക് പ്രതിസന്ധി പരിഹരിക്കാൻ റോബോട്ടുകൾക്കാവുമോ എന്ന തലക്കെട്ടിലാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. സിംഗപ്പൂരിലെ ജനനിരക്കുണ്ടാകുന്ന കൂറ്റനിടിവും മുതിർന്നവർ കൂടുന്നതും തൊഴിൽ ശക്തി കുറയുന്നതുമെല്ലാം പോസ്റ്റിൽ പരാമർശിക്കുന്നുണ്ട്. തൊഴിലാളികൾ കുറഞ്ഞതോടെ ഫാക്ടറികൾ മുതൽ ഭക്ഷ്യവിതരണ മേഖലയിൽ വരെ മനുഷ്യ ശക്തിക്ക് പകരം റോബോട്ടുകൾ ചുവടുവെക്കുകയാണെന്നും മനുഷ്യന് പകരമാവാൻ റോബോട്ടുകൾക്ക് കഴിയുമോ എന്ന ചോദ്യവും ഇതിനിടയ്ക്ക് ഉയരുന്നുണ്ട്. 2030 4 സിംഗപ്പൂരുകാരിൽ ഒരാൾക്ക് 65 വയസ്സിന് മുകളിലായിരിക്കും പ്രായം. കൂടാതെ പിന്തുണാനുപാതം 2014 6 നിന്ന് 4 കുറയുകയും ചെയ്തിട്ടുണ്ട്. 2030 സിംഗപ്പൂരിലെ ജനസംഖ്യയുടെ 24% മുതിർന്ന പൗരന്മാരാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ജപ്പാനിലെ പോലെ ഒരു സൂപ്പർ ഏജ് സമൂഹമാണ് സിംഗപ്പൂരിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കുന്നു. തങ്ങളകപ്പെട്ട പ്രതിസന്ധിയുടെ ആഴം സിംഗപ്പൂർ സർക്കാരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസം മാനവശേഷി മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന ഇത് വ്യക്തമാക്കുന്നു. സിംഗപ്പൂർ നിവാസികളിലെ മന്ദഗതിയിലുള്ള ജനസംഖ്യാ വളർച്ചയും ജനസംഖ്യയിൽ പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുന്നതും രാജ്യത്ത് കുറച്ചുകാലത്തേക്ക് മനുഷ്യശേഷി പരിമിതപ്പെടുത്തുന്നതിന് ഇടയാക്കുമെന്ന് സർക്കാർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഉൽപാദനവും ഉയർന്ന വേതനം ലഭിക്കുന്നതുമായ തൊഴിലുകളിലേക്കും മേഖലയിലേക്കുമുള്ള കരിയർ മാറ്റങ്ങൾ സർക്കാർ തുടർന്നും പിന്തുണക്കുമെന്നും സർക്കാർ പറയുന്നു. അതേസമയം സിംഗപ്പൂരുകാർക്ക് നല്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് തുടരുന്നതിനൊപ്പം വിദേശ തൊഴിലാളികൾക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങൾക്കുമായി രാജ്യം തുറന്നിടുമെന്നും ആയിരുന്നു നേരത്തെ മാനവശേഷി വകുപ്പ് നടത്തിയ പ്രസ്താവന. കുട്ടികളെ വളർത്താനുള്ള ഭീമമായ ചെലവും ഉയർന്ന ജീവിത ചെലവുകളും മൂലമാണ് രാജ്യത്തെ ഭൂരിപക്ഷം പേരും കുട്ടികളെ വേണ്ടെന്ന് വെക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മികച്ച രക്ഷിതാവാകാൻ കഴിയുമോ, ജോലിയും കുടുംബത്തോടുള്ള പ്രതിബദ്ധതയും കോർത്തിണക്കാനാകുമോ തുടങ്ങിയ ആശങ്കകളും വിവാഹം വേണ്ടെന്ന് വെക്കുന്നതിലേക്ക് പുതിയ തലമുറയെ എത്തിക്കുന്നുണ്ട്. അതോടൊപ്പം സിംഗപ്പൂരിൽ ജീവിത ചെലവ് കുതിച്ചുയരുന്നതും മറ്റൊരു കാരണമാണ്. ഭവന ചെലവുകൾ അഭൂതപൂർവമായ തരത്തിലേക്കാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. പാർപ്പിടവും പലചരക്ക് സാധനങ്ങളും പോലെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ താങ്ങാനാവാതെ വരുന്നതിനാൽ പല താമസക്കാരും കുടുംബങ്ങൾ തുടങ്ങാൻ കാലതാമസം വരുത്തുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നു. ഇത് ജനന നിരക്ക് കുറയ്ക്കുന്നതിലേക്കും ദീർഘകാല ജനസംഖ്യാപരമായ വെല്ലുവിളിയിലേക്കും നയിക്കുന്നുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. പുതുതലമുറയുടെ എണ്ണം കുറയുന്നത് പ്രായമായവരെ പരിപാലിക്കുന്നതിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പ്രസവിക്കുന്ന വർഷങ്ങളായി കണക്കാക്കപ്പെടുന്ന കാലയളവാണ് 25 മുതൽ 34 വയസ്സ് വരെ. എന്നാൽ സിംഗപ്പൂരിലെ 25-നും 34-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ ഏറെ പേരും അവിവാഹിതരായി കഴിയുകയാണെന്നാണ് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതും ജനന നിരക്കിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. മതിയായ ശേഷിയുള്ള തൊഴിലാളികളെ കിട്ടാതായതോടെ പ്രതിസന്ധി പരിഹരിക്കാൻ പ്രായമായവരെയും ജോലിക്കെടുക്കാനും റോബോട്ടുകളിലേക്ക് തിരിയാനുമാണ് സർക്കാർ അഭ്യർത്ഥിക്കുന്നത്. നിലവിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ റോബോട്ട് സാന്ദ്രതയുള്ള 2ാമത്തെ രാജ്യമാണ് സിംഗപ്പൂർ. 10,000 തൊഴിലാളികൾക്ക് 770 വ്യാവസായിക റോബോട്ടുകൾ എന്നതാണ് ഇവിടുത്തെ കണക്ക്. തൊഴിലെടുക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായതിനാലാണ് റോബോട്ടുകളെ കൂടുതലായി ആശ്രയിക്കാൻ സിംഗപ്പൂർ നിർബന്ധിതരായത്. റോബോട്ടുകൾക്കൊപ്പം റോബോകോപ്പുകൾ, റോബോ ക്ലീനർമാർ, റോബോ വെയിറ്റർമാർ, റോബോ നായ്ക്കൾ എന്നിവ സിംഗപ്പൂരിൽ സുപരിചിതമാണ്. പട്രോളിങ്ങിനുൾപ്പെടെ സിംഗപ്പൂരിലെ ചാങ്കി എയർപോർട്ടിൽ റോബോട്ടുകളെയാണ് വിന്യസിച്ചിട്ടുള്ളത്.
ഹ്യൂമനോയിഡ് റോബോട്ടുകളിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്ന ഇലോൺ മസ്ക് സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങൾ നേരിടുന്ന തൊഴിൽ ജനസംഖ്യാപരമായ വെല്ലുവിളികൾ പരിഹരിക്കാൻ റോബോട്ടുകൾക്കാവുമെന്ന ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ജനനനിരക്ക് കുറയുന്നതിന്റെ പ്രശ്നങ്ങൾ ഇത്തരം രാജ്യങ്ങളെ നാശത്തിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും സിംഗപ്പൂരിനൊപ്പം മറ്റു പല രാജ്യങ്ങളും ജനനനിരക്ക് കുറയുന്നത് മൂലമുള്ള നാശം അഭിമുഖീകരിക്കാൻ പോവുകയാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഭാവിയിലെ ലോകം എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. Way2Nikah.com, the exclusive Muslim matrimonial site.